ഈയിടെയായിട്ട് സഖാക്കന്മാരുടെ സ്ക്രിപ്റ്റും എഡിറ്റിംഗും ഡയറക്ഷനൊക്കെ വളരെ മോശമാണ് കേട്ടോ. അമ്പേ പരാജയം. അത് നമ്മൾ ഭാരതീയുടെ കേസിൽ കണ്ടു. ഇന്നാൽക്കൂടെ ഈ അരി വന്നിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ അരി റേഷനരിയാണ്. എന്താ പോലെ എന്ന് ചോദിക്കുന്ന ചേച്ചിയുടെ ആ ഒരു ഡയലോഗ് ഇന്നലെ മറ്റേ ഗുരുവായൂർ ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്നദാനം നടക്കുന്നതിന്റെ ഇടയിൽ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിയോട് ഒരു ചേച്ചി പകത്തൂരിൽ നിന്ന് വന്ന ചേച്ചി ചികിത്സാ സഹായം ചോദിച്ചു എന്നും സുരേഷ് ഗോപി അവരെ ഗോവിന്ദൻ മാസ്റ്റർ അടുത്ത് പോയി പറയാൻ പറഞ്ഞു എന്നാണ് അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അടുത്തേക്ക് പോകുന്നത് അപമാനമായി മാറിയോ സഖാക്കളെ എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെ സംശയം. അദ്ദേഹം എന്താ ജോസ് പ്രകാശോ അല്ലെങ്കിൽ നമ്മുടെ കെ പി ഉമ്മർ ബാലൻ കെ നായർ പോലെയുള്ള ആളാണോ അറിയില്ല. നിങ്ങൾ അപമാനമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പക്ഷേ ആ സ്ക്രിപ്റ്റിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്നദാനം നടക്കുമ്പോൾ ഏതാണ്ട് 10,000 പേര് വരുന്ന ഒരു സമയത്ത് സുരേഷ് ഗോപി അവിടെ വെച്ച് കാണാമെന്നും ആ തിരക്കിന്റെ ഇടയിൽ പറയാമെന്നും ചികിത്സാ സഹായം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് കോയമ്പത്തൂരിൽ നിന്നൊരു ചേച്ചി വന്നു എന്നൊക്കെയുള്ളത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിരോധമില്ല. മാത്രമല്ല ആ ചേച്ചിയോട് ചോദിച്ചു എന്തൊക്കെയാണ് ചികിത്സ മറ്റേ വേണ്ടത്, എത്ര രൂപ വരും ചോദിച്ചപ്പോൾ അതിനൊന്നും നിശ്ചയമായിട്ടുള്ള ഒരു ആൻസർ അവരിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സുരേഷ് ഗോപി പറഞ്ഞു കേട്ട വഴിക്ക് വീണ ജോർജ് ചികിത്സ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമാണ്, വളരെ കൃത്യമാണ്. പിന്നെ മറ്റേ സമർപ്പിച്ച കിരീടം ചെമ്പാണെന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പൊ ഇന്ന് മറ്റേ ഏതൊരാൾ ബിഷപ്പ് ഹൗസിലേക്ക് ഫോൺ ചെയ്യുകയും ഞാനും ശ്രമിച്ചിരുന്നു. ആ ബിഷപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ഫോൺ എടുത്ത് അവരോട് ചോദിക്കുമ്പോൾ അത്തരമുള്ള ഒരു കമന്റ് അവർ പറഞ്ഞിട്ടില്ല. ജനയുഗം ദേശാഭിമാനി കൈരളി പിന്നെ ഇവരുടെ കുറെ കൂടി എഴുത്തുകാർ ഇവരതങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. വളരെ മോശമാണ്. അതിൽ കഥയും സ്ക്രിപ്റ്റും സംവിധാനം എഡിറ്റിംഗ് ഒക്കെ സൂക്ഷിക്കും.